അൺഅക്കാഡമി കേരള PSC +2 ലെവൽ യൂണിഫോം പോസ്റ്റുകളായ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു എ 90-day കോഴ്സ് ഓൺ 12th ലെവൽ യൂണിഫോം പോസ്റ്റ്. 90 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ യൂണിഫോം പോസ്റ്റിൽ ഒരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. 12th ലെവൽ യൂണിഫോം പോസ്റ്റിൻ്റെ സിലബസ് മുഴുവനും അൺഅക്കാഡമിയുടെ വെരിഫൈഡ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ കവർ ചെയ്യുന്നു. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, നാച്ചുറൽ സയൻസ് ഹാജ മുഹമ്മദ്, കോൺസ്റ്റിറ്റ്യൂഷൻ രാജേഷ് SR, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ റീജ S, ഫിസിക്കൽ സയൻസ് സിജി ബിജു, മാത്സ് ജോസുകുട്ടി, ഫാക്ട്സ് അബൌട്ട് കേരള നിഖിൽ നാഥ്. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28-ാം തീയതി ആരംഭിക്കുന്ന ഈ പുതിയ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ മറക്കാതെ ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LECയിൽ ഇന്നലെ രാത്രി എക്സാം നടത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഹോസ്പിറ്റലായതുകൊണ്ട് ഇന്നും ഇപ്പോൾ ഒരു ഗ്യാപ്പൊന്നും ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എക്സാമും നടത്തി ടോപ്പിക്കും തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രി ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ട് രാത്രി നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴാണോ ഗ്യാപ്പ് കിട്ടുന്നത് ആ സമയത്ത് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ 25 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പാർട്ടിൽ നിന്ന് ഒരു 5 ചോദ്യങ്ങൾ കൂടെ എന്ത് ചെയ്യും, ഇന്നത്തെ ദിവസത്തിൽ മുതൽ ഉൾപ്പെടുത്തും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമേ ഓർമ്മിക്കുന്നു, ചോദ്യം വായിച്ച് 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള ശീലം അശ്രദ്ധ കൊണ്ട് നെഗറ്റീവ് അടിക്കുകയും ചെയ്യരുത്. ഒന്ന്, പെരിനാട് ലഹള നടന്ന വർഷം 1920, 1928, 1915, 1918. 2, കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന പുഴ കാവേരി, കുറ്റ്യാടിപ്പുഴ, കല്ലട ആറ്, ഭാരതപ്പുഴ. 3, സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ 16, 18, 14, 20. 4, ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻ വിൽമുട്ട്, ഐസക് ന്യൂട്ടൺ, ഗലീലിയോ. ഇവയൊന്നുമല്ല. 5, ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലുൽപാദനം, കാർഷിക ഉൽപാദനം, തുണി ഉൽപാദനം, പഞ്ചസാര ഉൽപാദനം. 6, ബിസ്മില്ല ഖാൻ ഏത് വാദ്യോപകരണത്തിൽ പ്രസിദ്ധനാണ്? ഷെഹനായ്, പുല്ലാങ്കുഴൽ, തബല, സാരംഗി. 7, സാക്ഷാം പദ്ധതി ആരംഭിച്ച വർഷം 2014, 2011, 2012, 2013. 8, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെളുത്ത ഡെവിൾ എന്ന് വിളിച്ചതാര്? ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ, വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമികൾ. 9, ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആര്? ലൂയി 16, ലൂയി 14, ഹിറ്റ്ലർ, മുസോളിനി. 10, അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി? വേഴ്സായ് ഉടമ്പടി, പാരീസ് ഉടമ്പടി, മ്യൂണിച്ച് ഉടമ്പടി, ശ്രീരംഗപട്ടണം ഉടമ്പടി. 11, ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് വേർഡ്സ്, എൻറ്റമോളജി, എറ്റിമോളജി, ഫോണോളജി, ഫോണറ്റിക്സ്. 12, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് പാസ്ഡ് ദി എക്സാമിനേഷൻ? ഹാവ്, ഈസ്, ഹാസ്, ആർ. 13, നെയ്തർ ഓഫ് ദം ഡാഷ് ഇൻവൈറ്റഡ് ടു ദി പാർട്ടി? വാസ്, വേർ, ഹാഡ്, വിൽ. 14, ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം, ഐ വുഡ് കം, വിൽ കം, വുഡ് ബി കമ്മിങ്. 15, ദ അജിറ്റേഷൻ ബൈ ദി വർക്കേഴ്സ് ഫോർ ഹയർ വേജസ് ഹാസ് died down, died upon, died off, died out. 16, നാസ ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ്? ഇന്ത്യ, USA, റഷ്യ, ജപ്പാൻ. 17, ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ആര്യഭട്ട, ആപ്പിൾ, സ്പുട്നിക് 1. ഇവയൊന്നുമല്ല. 18, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിത ആര്? കൽപ്പന ചൗള, വാലന്റീന തെരഷ്കോവ, സാലി റൈഡ്, സുനിത വില്യംസ്. 19, യുറാനസ് കണ്ടെത്തിയത് ആര്? കോപ്പർനിക്കസ്, ഗലീലിയോ, വില്യം ഹെർഷൽ, കെപ്ലർ. 20, നെപ്റ്റ്യൂണിന്റെ പ്രധാനപ്പെട്ട ഉപഗ്രഹം? ടൈറ്റൺ, ട്രൈറ്റൺ, ഗാനിമീഡ്, മിറാൻഡ. 21, ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം? ടൈറ്റൺ, ട്രൈറ്റൺ, ഫോബോസ്, കോഡീലിയ. 22, വിഷവാതകം ഉള്ള ഗ്രഹം? ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, ചൊവ്വ. 23, ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയത് ആര്? ക്രിസ്ത്യൻ ഹൈജൻസ്, വില്യം ഹെർഷൽ, കോപ്പർനിക്കസ്, ഗലീലിയോ. 24, മഹത്തായ വിപ്ലവം നടന്ന വർഷം? 1678, 1686, 1688, 1676. 25, കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലത്താണ്? ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2, ഒലിവർ ക്രോംവെൽ.
അപ്പം ഇത്രയാണ് 25 ചോദ്യങ്ങൾ. 25 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 1. പെരിനാട് ലഹള നടന്ന വർഷം. ഓപ്ഷൻ സി 1915. 2. കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന പുഴ. ഓപ്ഷൻ ബി കുറ്റ്യാടിപ്പുഴ. 3. സിലിക്കൺ അറ്റോമിക് നമ്പർ. ഓപ്ഷൻ സി 14. 4. ക്ലോണിങ്ങിന്റെ പിതാവ്. ഓപ്ഷൻ എ യാൻ വിൽമുട്ട്. 5. ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പാലുൽപാദനം. 6. ബിസ്മില്ലാ ഖാൻ ഏത് വാദ്യോപകരണത്തിൽ പ്രസിദ്ധനാണ്? ഓപ്ഷൻ എ ഷഹനായി. 7. സാക്ഷാം പദ്ധതി ആരംഭിച്ച വർഷം. ഓപ്ഷൻ എ 2014. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെളുത്തിടകൾ എന്ന് വിളിച്ചത്? ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമി. 9. ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ ബി ലൂയി 14. 10. അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടി? ഓപ്ഷൻ ബി പാരീസ് ഉടമ്പടി. 11. ദ സ്റ്റഡി ഓഫ് ദി ഒറിജിൻ ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് വേർഡ്സ്. ഓപ്ഷൻ ബി എറ്റിമോളജി. 12. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഓപ്ഷൻ സി ഹാസ്. 13. നെയ്തർ ഓഫ് ദം. ഓപ്ഷൻ എ വാസ്. 14. ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ. ഓപ്ഷൻ ബി വുഡ് കം. 15. ദി അജിറ്റേഷൻ ബൈ ദി വർക്കേഴ്സ് ഫോർ ഹയർ വേജസ് ഹാസ്. ഓപ്ഷൻ എ ഡൈഡ് ഡൗൺ. 16. നാസ ഏത് രാജ്യത്തെ ബഹിരാകാശ ഏജൻസിയാണ്? ഓപ്ഷൻ ബി USA. 17. ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഓപ്ഷൻ സി സ്പുട്നിക് 1. 18. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വനിത? ഓപ്ഷൻ ഡി സുനിത വില്യംസ്. യുറാനസ് കണ്ടെത്തിയതാര്? ഓപ്ഷൻ സി വില്യം ഹെർഷൽ. 20. നെപ്റ്റ്യൂണിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപഗ്രഹം? ഓപ്ഷൻ ബി ട്രൈറ്റൺ. 21. ഭൂമിയുടെ ആഭരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം? ഓപ്ഷൻ എ ടൈറ്റൻ. 22. വിഷവാതകമുള്ള ഗ്രഹം? ഓപ്ഷൻ ബി യുറാനസ്. 23. ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയതാര്? ഓപ്ഷൻ ഡി ഗലീലിയോ. 24. മഹത്തായ വിപ്ലവം നടന്ന വർഷം? ഓപ്ഷൻ സി 1688. 25. കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലത്താണ്? ഓപ്ഷൻ ഡി ഒലിവർ ക്രോംവെൽ. അപ്പോൾ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, സയൻസിന്റെ ടെക്സ്റ്റിന്റെ ചാപ്റ്റർ ഇടുന്നില്ല. കാരണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലാപ്ടോപ്പ് വേണം. അപ്പോൾ ഇവിടെ അതിനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് സയൻസിന്റെ ചാപ്റ്റർ ഞാൻ ഒഴിവാക്കുന്നു. പകരം നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഹിസ്റ്ററി ക്യാപ്സൂൾസിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതര സംസ്കാരം, അത് പഠിക്കുക. ഒപ്പം ഈജിപ്ഷ്യൻ, മെസപ്പട്ടോമിയൻ, ചൈനീസ് സിവിലൈസേഷൻ, ഗ്രീക്ക്, റോമൻ സിവിലൈസേഷൻ, ഈ 3 ചാപ്റ്റർ എന്ത് ചെയ്യുക, ഇന്ന് തീർക്കുക. അപ്പോൾ അതിൽ 1, 2, 3, 4, 5, 6 സംസ്കാരങ്ങളാണ്. നിങ്ങൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസ് നോക്കിയപ്പോൾ നമ്മളവിടെ 2ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഹിന്റ് അടിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിൽ ആവശ്യം വരും? ഇവിടെ ആവശ്യം വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചാപ്റ്റർ ആയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേർഡ്സ്, മലയാളം വേർഡ്സ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഇത്രയും ഇട്ട് തരും. ടെക്സ്റ്റ് മാത്രമേ എനിക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റാത്തുള്ളൂ. ടെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ദിവസം അവിടെ സൗകര്യം കിട്ടുന്നിടത്തുനിന്ന് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ഉൾപ്പെടുത്താം. അപ്പോൾ ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ, മെസപ്പട്ടോമിയൻ, ചൈനീസ് സംസ്കാരങ്ങൾ, ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങൾ, ഇത്രയും അവിടെ എന്ത് ചെയ്യുക നോക്കുക. ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ ഒന്നുകൂടെ ഇനി എവിടെ വായിക്കും, അതായത് നമ്മൾ 9ാം ക്ലാസ് 10ാം ക്ലാസ് ഹിസ്റ്ററിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പം ആ ഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റിലെ കാര്യങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം, സ്ട്രെസ് ചെയ്തിട്ട് വായിക്കാൻ വേണം. അപ്പോഴേ നമുക്ക് ഇതിൽ നിന്ന് ഏതിലേക്ക് വരാൻ പറ്റുള്ളൂ, ടെക്സ്റ്റിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇംഗ്ലീഷ് വേർഡ്സ്, മലയാളം വേർഡ്സ്, പിന്നെ നമ്മൾ ഡെയിലി തരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ഏതും കൂടെ വരാൻ തുടങ്ങി, ഇംഗ്ലീഷും കൂടെ വരാൻ തുടങ്ങി. ഇംഗ്ലീഷ് വന്നുകൊണ്ട് എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് കറക്റ്റ് 20 കാറ്റഗറി തിരിച്ചിട്ട് നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതുക, അതിൻ്റെ ഉത്തരവും ചെയ്തു വയ്ക്കുക. പിന്നെ നമ്മൾ റൂൾസും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏതെടുക്കാം, ഇതേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്തത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നലെ ഉണ്ടായൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ദിവസം ലാസ്റ്റ് വീക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ചെയ്തത്, എല്ലാം കണ്ണിൽ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എല്ലാം എളുപ്പമായിരുന്നു. ഇപ്പോൾ 60-20-20 പാറ്റേണിലേക്ക് കയറിയപ്പോൾ കുറച്ചൊരു ടഫ്നെസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതായത് മാർക്ക് പറ്റ കുറഞ്ഞല്ലോ, മാർക്ക് പറ്റ ഡിമ്മായല്ലോ എന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിനെക്കുറിച്ച് അപ്പോൾ ഇത്രയും ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് രാത്രി ഞാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴാണോ ഗ്യാപ്പ് കിട്ടുന്നത് ആ സമയത്ത് ഞാൻ എക്സാം ചെയ്യാം, ടോപ്പിക്കും തരാം. അപ്പോൾ എന്തായാലും വീണ്ടും കാണും വരേക്കും താങ്ക് യു.